കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം വെറുതെ ഇട്ട് വായിട്ടലക്കല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത്. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അങ്ങനെ രേണുസുതി വീണ്ടും വന്നിരിക്കുകയാണ്. രേണുസുതി ശരിക്കും പറഞ്ഞാൽ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ശരിക്കും രേണുസുതി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. കാരണം രേണുസുതി ഇട്ടിരിക്കുന്ന ഫിൽറ്റർ ഏതാണെന്ന് അറിയാൻ വയ്യ. കാരണം മുഖത്ത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വായ്ക്കകത്തും ഫിൽറ്റർ ആ ഒരു തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പല്ലിലൊക്കെ വേറെ തരത്തിലുള്ള നിറങ്ങളൊക്കെ ആവുന്ന തരത്തിലോട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫിൽറ്റർ ഇടുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിച്ചിടണം. കാരണം ഇത്രയ്ക്കും ഫിൽറ്റർ കൂട്ടിയിടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കും ഒരുമാതിരി തോന്നിപ്പോവും. കാരണം അമ്മാതിരി ഒരു വേറെ ലെവൽ ഫിൽറ്റർ ആയിപ്പോയി. അതുപോലുള്ള ട്രോൾ കമന്റ്സുകൾ രേണുസുതിയുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇത്തിരിയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. മേക്കപ്പിന്റെ പവർ മാത്രമല്ല, അതിന്റെ ഇടയിൽ കൂടി ഫിൽറ്ററിന്റെ പവറും കൂടെ ആവുമ്പോഴത്തേക്കും അത് കാണുന്നവർക്ക് ഒരു എന്താ പറയാ വേറൊരു തരത്തിലുള്ള എഫക്റ്റ് നൽകുന്ന രീതിയിലായിരിക്കും. അത് മാത്രമല്ല, മുഖത്ത് മാത്രമല്ല, അത് ഈ പറയുന്ന രീതിയിൽ വായും പല്ലിലും ഒക്കെ തന്നെ എഫക്റ്റ് വേറൊരു തരത്തിൽ കാണിക്കുന്നുണ്ട്. സോ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സംഭവം വരുന്നില്ല. അങ്ങനെ രേണുസുതി ഈ പറയുന്ന രീതിയിൽ യൂട്യൂബേഴ്സിനെയൊക്കെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് രേണുസുതി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന തോതിൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു. ബിഗ് ബോസിലായിരുന്നല്ലോ രേണുസുതി. ബിഗ് ബോസിന് മുന്നേ രേണുസുതി എന്ത് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ബിഗ് ബോസിൽ പോയതിനു ശേഷം ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം രേണുസുതി തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും ആ പഴയ പരിപാടിയിലേക്ക് പോയി എന്നൊക്കെയാണ് ഓരോരുത്തർ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് രേണു. അത് ശരിയല്ലേ രേണു? കാരണം ഇപ്പോൾ കാണുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് ഇത് രേണുസുതി മുൻപ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണല്ലോ. പഴയ തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ, കുറേയധികം ആൽബങ്ങൾ, അത് ഇത് മറ്റത് മറിച്ചത്. അല്ലാതെ പുതിയ എന്ത് പരിപാടിയാണ് രേണുസുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിഗ് ബോസിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടോ രേണു? അറിയത്തില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം രേണു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ വീട്ടിലിരിക്കാം, നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ലെവൽ ട്രിപ്പ്, ഇന്റർനാഷണൽ ലെവൽ ഷൂട്ട്, ഇതൊക്കെ തന്നെ എനിക്ക് കൊണ്ടുവരിക, കുറച്ച് പൈസ കൊണ്ടുവരിക, ഞാൻ വീട്ടിലിരിക്കാം എന്നുള്ള തരത്തിൽ രേണുസുതി പറയുന്നുണ്ട്. നാട്ടുകാർക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല ഈ പറയുന്ന രീതിയിൽ ഇന്റർനാഷണൽ ട്രിപ്പ്, ഇന്റർനാഷണൽ ഷൂട്ട് ഒക്കെ കൊണ്ടുവരാൻ. ഈ ഇന്റർനാഷണൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. രേണുസുതി എന്ന് മുതലാണ് ഇന്റർനാഷണൽ ലെവൽ ആയത് എന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇടയ്ക്ക് കണ്ടോ ദുബായിലങ്ങണ്ട പോയിട്ടുണ്ടായിരുന്നു, അതും ബിഗ് ബോസിന് ശേഷം ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണോ രേണുസുതി ഇന്റർനാഷണൽ ലെവൽ ആയത്? ദുബായിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ ആവുമോ? അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം പേരും ഇന്റർനാഷണൽ ആണെന്ന തരത്തിലോട്ട് മാറുമല്ലോ. രേണുസുതി മാത്രമായിരിക്കത്തില്ലല്ലോ. രേണുസുതി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇവിടെ ഇന്റർനാഷണൽ ട്രിപ്പോ ഇന്റർനാഷണൽ ഷൂട്ടോ അല്ല വിഷയം. രേണുസുതി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് വിഷയം എന്ന് പറയുന്നത്. അല്ലാതെ രേണു ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ രേണു ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഈ ആൾക്കാരെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി കടുപ്പമേറിയ കാര്യമാണ്. കാരണം രേണു മാത്രമാണോ ഈ പറയുന്ന രീതിയിലുള്ള ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്? ബാക്കി എത്രയും പേര് എത്രയും നാളുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യം. പക്ഷെ രേണുവിന് മാത്രം എന്താണ് ഇത്രത്തോളം ഒരു നെഗറ്റീവ് വരാനായിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ഒരു കാര്യം? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ തന്നെയാണ് ആ ഒരു തരത്തിലുള്ള മിസ്റ്റേക്ക് ഇരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങളുടെ ആൽബോ, എന്ത് തരത്തിലുള്ള ആൽബോ, എന്ത് പുണ്ണാക്കാൻ നിങ്ങൾ ചെയ്യാതിരിക്കുക, എന്ത് വേണോ ചെയ്യുക, നിങ്ങൾ എവിടെ പോവേ വരെ എന്ത് കുന്തമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇതൊക്കെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുമാതിരി വൾഗറായിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി എന്താ പറയുക, ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യം നമുക്ക് ഓക്കെ എന്ന് പറയാം. അത് കഴിഞ്ഞ് ഈ ഷൂട്ടിങ്ങോ ചക്കയോ മാങ്ങയോ ഒന്നുമല്ലാതെ തന്നെയും ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസ് നിങ്ങളുടെ വീഡിയോസ് ഓരോന്ന് ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക ചക്കയൊന്നും ചുണ്ണാമ്പൊന്നും ഇല്ലാതെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുന്നത് ജനങ്ങളല്ലേ, ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അവരതിനെക്കുറിച്ച് കുറ്റക്കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റും. കാരണം അതുപോലുള്ള വീഡിയോസ് ആണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ആൾക്കാർ വായും പൊത്തിയിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നവർ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ചെലവിന് തരണം എന്നുള്ള തരത്തിൽ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പ്, ഇന്റർനാഷണൽ ഷൂട്ട്, രേണുസുതി ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു നായിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ടർ എന്നൊക്കെയാണോ രേണുസുതിയുടെ ഒരു സ്വന്തം വിചാരം എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ലെവൽ പിടിച്ചതുകൊണ്ടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുന്നത്. കാരണം രേണുസുതി ശരിക്കും പറഞ്ഞാൽ ഉള്ളതുള്ളതല്ലോ പറയണോ. രേണുസുതിയുടെ അഭിനയം ശരിക്കും പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല.
അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അഭിനയ മികവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ പോകുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, രേണുസുതി അത്യാവശ്യം നന്നായിട്ട് പാടും. പാട്ട് കേട്ടിട്ട് എനിക്ക് അത്ര ബോറായിട്ട് തോന്നുന്നില്ല. പാട്ട് ഓക്കെയാണ്. പക്ഷേ പാട്ടിലും രേണുസുതിക്ക് ആകപ്പാടെ 1-2 പാട്ടാണ് രേണുസുതി റിപ്പീറ്റ് അടിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. അതും തനിയാവർത്തനമായിട്ട് പരമ ബോറായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയാം. പിന്നെ അഭിനയത്തിന്റെ കാര്യം പറയേ വേണ്ട. അഭിനയം പല ഇതും കണ്ടിട്ടുള്ളതാണ്. പക്ക ഓവറെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അതുപോലുള്ള കാട്ടിക്കൂട്ടലുകളാണ് രേണു ചെയ്യുന്നത്. അതിനെ വിമർശിക്കുന്നത് കൊണ്ട് ഒരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം അതുപോലുള്ള കാട്ടിക്കൂട്ടലാണ് ഈ പറയുന്ന രീതിയിൽ. ഇപ്പോൾ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെയൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവരെ കടത്തി വെട്ടുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രേണുസുതി ഓൺലൈൻ മീഡിയാസിൽ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. രേണുസുതി അഭിനയ മികവെന്ന് പറയുന്നത്. അപ്പോൾ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു എന്നതിലല്ല, അത് നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും, പബ്ലിക്കിലേക്ക് അത് എത്തുമ്പോഴത്തേക്കും, ഓരോ ഓൺലൈൻ മീഡിയാസ് അതെടുത്ത് ഇടുമ്പോഴത്തേക്കും അതിന് വിമർശനങ്ങൾ ഉണ്ടാവൂടെ, അതിനെതിരെ റിയാക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പേഴ്സണലായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എടുത്ത് ആരും റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചക്ക ചുണ്ണാമ്പെന്ന് പറയാനോ ആരും വരുന്നില്ല. ഇത് ഈ പറയുന്ന മാതിരി വ്ളോഗേഴ്സ് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലല്ലോ, ഇത് നാട്ടുകാരല്ലേ. നിങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന കമന്റ് നിങ്ങളൊന്ന് തുറന്നു നോക്കൂ. നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് പോലുള്ള കമന്റുകൾ നിങ്ങൾ തുറന്നു നോക്കൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ് കമന്റുകൾ വരുന്നത്? അപ്പൊ അത് ഈ പറയുന്ന രീതിയിൽ യൂട്യൂബേഴ്സ് മാത്രമല്ലല്ലോ, അത് നാട്ടുകാരും കൂടെ പറയുന്നതല്ലേ. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ രേണുസുതിക്കെതിരെ ഓരോന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ രേണുസുതിക്ക് ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അതായത് ഒരു നെഗറ്റീവ് മയം അത് രേണുസുതി ഇങ്ങനെ നിലനിർത്തുക, എന്നിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ ഇതൊക്കെ തന്നെ എത്ര നാൾ മുന്നോട്ട് പോകും, എത്ര നാൾ പിടിച്ചു നിൽക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണും. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് രേണുസുതിയുടെ സംസാരത്തിൽ നിന്നും. കാരണം ഇന്റർനാഷണൽ ലെവലൊക്കെയാണ് ഇപ്പം പറയുന്ന ഓരോ കാര്യം എന്നൊക്കെ പറയുന്നത്. എന്തോ ഒരു കാര്യം തുറന്നു വെച്ച് പറയാനുള്ളത്, രേണു ചെയ്യുന്ന പല കാര്യങ്ങളിലും അതിൻ്റെ അകത്ത് മനഃപൂർവ്വം ചെയ്ത് നാട്ടുകാരെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ കാണിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് രേണുവിൻ്റെ പല വീഡിയോസും ഓൺലൈൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് വെറുതെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് നോക്കല്. നിങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നാട്ടുകാരെ കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോട്ടെ എന്നുള്ള തരത്തിൽ കാണിക്കുക. അതിന് വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ വിമർശനങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു? അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം, നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും പറയാം. നാട്ടുകാർ അതിന് തിരിച്ച് പ്രതികരിച്ചാലാണോ നിങ്ങൾക്ക് അത് പൊള്ളുന്നതെന്ന് പറയുന്നത്? അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നല്ലത് ചെയ്തിട്ട് നാട്ടുകാർ കുറ്റം പറയുന്നതല്ല. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് പുറത്തുവിടുന്ന ഓരോ കാര്യങ്ങളും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്രത്തോളം വിമർശനങ്ങൾ, ഇത്രത്തോളം നെഗറ്റീവ് സ്പ്രെഡായി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒന്നുകിൽ നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക, അല്ലെങ്കിൽ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ഓൺലൈൻ മീഡിയാസ് ഇട്ട് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാതിരിക്കുക. ഇതൊന്നും ചെയ്യാതെ ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്റർനാഷണൽ ലെവൽ ട്രിപ്പും ഇന്റർനാഷണൽ ലെവൽ ഷൂട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. വലിയ ഒരു ആക്ടറായി മാറിയിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. അതുകൊണ്ട് തന്നെ ഇനിയെല്ലാം ഇന്റർനാഷണൽ ലെവലാണ്, ലോ ലെവലല്ല, ഹൈ ലെവലാണ്.